എനിക്ക് പറ്റുന്നില്ല അങ്ങനെ പറയാൻ. നിങ്ങൾ ശരിയല്ല, പക്ഷെ എങ്കിലും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ സ്നേഹം. നിങ്ങളൊരു അടുത്ത് പോയിട്ട് അവരുടെ ഒരു വിഷയം, ചിലപ്പോൾ അവിടെ ചർച്ചിലെ ഒരു പരിപാടിയായിരിക്കാം, അത് സൗഹാർദ്ദം വേണം, അല്ലെങ്കിൽ അമ്പലത്തിലെ കാർഷികോത്സവത്തിന്റെ പരിപാടിയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു ആരാധനയുമായിട്ട് സീസണിലെ ഒരു അഭിപ്രായം പറയുന്ന വിഷയമായിരിക്കാം. അപ്പോൾ അവരോട് നിങ്ങൾ ശരിയല്ല, എങ്കിലും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ തൗഹീദാണ്. ആ തൗഹീദുമായി എനിക്ക് പറ്റുന്നില്ല. എന്റെ കഴിവുള്ളതായിരിക്കാം, എന്റെ അറിവില്ലാതെയായിരിക്കാം, ഞാൻ അതിൽ കൊള്ളാത്തവനായിട്ടുണ്ടായിരിക്കാം, എനിക്ക് പറ്റുന്നില്ല. ഈ ആയത്തുകളെ ഞാൻ പിടിച്ചാൽ കണ്ടത് ഖുർആൻ മറ്റേ ആയത്തുണ്ട്, അതത് പറയേണ്ടത് പറയാം. ഇതാണ് പ്രശ്നം. എന്നിട്ട് അത് കണ്ടില്ലേ ശബരിമലയെ കുറിച്ച് പറഞ്ഞപ്പോ അതില് മൂപ്പര് അവരുടെ ചില കാര്യങ്ങളൊക്കെ അംഗീകരിച്ചിരിക്കുന്നു. ഇനി നല്ലത് മൂപ്പർക്ക് ശബരിമലയിൽ പോകലാം, അത് ഞാൻ തീരുമാനിച്ചവിടെ പോകുന്നത് ഇയാളാണ്, അതെ ഞാൻ തീരുമാനിക്കേണ്ട കാര്യമില്ലേ ഞാൻ ഇവിടെ പോകുന്നത്. അപ്പൊ ഞാൻ വേദന കൊണ്ട് പറയുന്നത് അത് ഏഴ് പിടിച്ച ആൾക്കാർ മനസ്സിലാക്കുന്നത് ഇതിൽ തൗഹീദ്. ഇതെന്നായി തൗഹീദ് എന്ന് പറഞ്ഞാൽ ഈ ആയത്തവിടെ തൗഹീദ് ഇതൊരായത്താണ്. അല്ലാഹ് നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളെ എതിരാളികളില്ലാത്ത, നിങ്ങളുടെ നാട്ടിൽ പുറത്താക്കാം, ആളുകൾ നല്ല പ്രവർത്തിക്കാം. അപ്പൊ അവരെ അംഗീകരിക്കുകയാണ്. അവരെ അംഗീകരിക്കുമ്പോൾ അവരുടെ ശരിയാണെന്ന് അംഗീകരിക്കുന്നതല്ല, ആ സംവിധാനം ഉള്ളതാ, അതിനെ നമ്മൾ അംഗീകരിക്കുന്നു. നമുക്ക് പൊളിക്കാൻ പറ്റും. ഈ പറഞ്ഞ ആൾക്കാരുടെ എന്തിനാണ് പൊളിക്കാൻ പറ്റാത്തത്? എന്തിനാണ് പറയുന്നത്? ഒരുപാട് കവറുകളിലാണ് പൊളിക്കപ്പെടുന്നത്. ഏതെങ്കിലും കവർ പൊളിച്ചെടുക്കാൻ പറ്റും? ഒരു യാഥാർത്ഥ്യം അധികാര കയ്യിൽ കൂടെ പൊളിക്കാൻ പറ്റും. കഅബയിൽ മക്കയിൽ 13 കൊല്ലക്കാലം പ്രവാചകൻ പണിയെടുത്തു. ആ പറഞ്ഞ വർത്തമാനത്തിന് തൗഹീദ് എനിക്ക് പറഞ്ഞില്ലേ? മക്കീ സൂറയുടെ മർമ്മമാണ് തൗഹീദ്, ഏകദൈവ സിദ്ധാന്തം ആണല്ലോ. എന്നിട്ട് 13 കൊല്ലം ആ തിരുനബി പണിയെടുക്കുന്ന ആ മക്കയിലെ കഅബാലയത്തിലെ അകത്തുമൊത്തം ഏതെങ്കിലും വിഗ്രഹത്തിന്റെ കൈ പൊട്ടിച്ചു, തല പൊട്ടിച്ചു. നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ കാണിച്ച പോലെ കാണിച്ചു. ബാമിയാൻ പത്രം വായിച്ചു ഓർമ്മയുണ്ടെങ്കിൽ അതിലെ തല പൊട്ടിക്കുന്ന പണി ഇവിടെ ചെയ്തു. ചെയ്തില്ല, ചെയ്യൂല. അതാണ് മനുഷ്യത്വം. അതിനർത്ഥം അംഗീകരിച്ചതല്ല. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ കേവലം കുതിരയുടെ കണ്ണ് കെട്ടിയതുപോലെ ആൾക്കാർ ഇസ്ലാമിനെ പറയാൻ പോയി നമ്മളെന്ത് ചെയ്യും? അപ്പൊ അവരോട് നമുക്ക് ബാധ്യതയില്ല. അവരവരെ വഴിക്ക് പോട്ടെ, നമ്മളെ വഴിക്ക് പോകും. ലക്കും തീരുക്കുമ്പോൾ അവിടെ പറയണം, ലക്കും തീരുക്കുമ്പോൾ നിങ്ങളുടെ വഴിക്ക് പോയിക്കോ, ഞങ്ങളെ വഴിക്കും. കാർഷികോത്സവത്തിന് വിളിക്കില്ലേ? ഞാൻ അമ്പലങ്ങൾക്ക് അങ്ങനെ രീതിയില്ല. അവര് കാർഷികോത്സവത്തിന്റെ സമയത്താണ് കൃഷി വളർത്തുള്ള ആഘോഷങ്ങൾ പഴയ കാലത്തെ രീതി. അതുകൊണ്ട് ഇപ്പോഴൊന്നും രീതി ചെയ്യുന്നില്ല. കഴിഞ്ഞ ഈ തിരുവനന്തപുരം ജില്ലയിലെ കുറച്ച് അങ്ങേയറ്റ നാടുകളാണ് നല്ലവണ്ണം ഭാഗത്തുണ്ട്. അവരുടെ കാർഷികോത്സവത്തിൽ നമ്മുടെ കൃഷി മന്ത്രിയുടെ അവരാണ് ഉദ്ഘാടകൻ. പാളിമന്ത്രിയുള്ള കൃഷിയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് മദീനയിൽ വെച്ച് ഹബീബായ ഇത് പറയാൻ അവിടെ പോകണം. അത് ഇവിടുന്ന് ഞാൻ മുൻപ് അവർ മുല്ലക്കരത്തിലാണെങ്കിൽ അവർ എനിക്ക് വലിയ ബഹുമാനം മുഴുവൻ നോക്കി എന്നിട്ട് അത് പ്രസംഗിക്കും. അതിന് മഹത്വമാണ് കാണുന്നത്. വിവരം എടുക്കാൻ പഠിക്കണം. നമ്മളങ്ങനെ തന്നെ അദ്ദേഹത്തിന് ഞാൻ ചിന്തിച്ചു, എനിക്ക് വലിയ ഇഷ്ടം. ഇവിടെ ബാലാമർ 5 മണിക്കൂർ മുസ്ലിം ജമാഅത്തില് നബിദിന പരിപാടി ഉദ്ഘാടകൻ അദ്ദേഹം എന്റെ സുഹൃത്തോടെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കാര്യമാണ് നിയമശാസ്ത്രത്തിലായിരുന്നു മുഖ്യ പ്രസംഗം നന്നായി പ്രസംഗിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിക്കോ, എന്റെ പ്രസംഗം എഴുതാൻ ആദ്യം ഞാൻ ഇമാമിനെ പ്രസംഗിച്ചു. അതുവരെ നേരം പിന്നെ അദ്ദേഹം ഈ പോയിന്റ് ചെയ്യാൻ പറ്റും. അത് എന്റെ അങ്ങനല്ല, അള്ളാഹിന്റെ ദീനിലെ മഹത്വം അവർക്ക് മനസ്സിലാവുക സ്വീകരിക്കും. അപ്പൊ കൃഷിയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിൽ നിന്ന് ഇസ്ലാം ഉണ്ടാക്കിയെടുത്ത അള്ളാഹുമായുള്ള ബന്ധം, മനുഷ്യരുമായുള്ള ബന്ധം, പ്രകൃതിയുമായുള്ള ബന്ധം, ഈ 3 ബന്ധങ്ങൾ ഇതെല്ലാം ഖുർആനിന്റെ സുന്നത്തിന്റെ വിശദീകരിച്ച സഹോദര വ്യവസായിക്കുന്ന എല്ലാം കൂടെ വണ്ടിയോടെ ഉണ്ടായി കഥയാണ്. അപ്പൊ ഇതൊക്കെ പറയണമെങ്കിൽ അവിടൊക്കെ പോകണം. അപ്പോ ഇയാളുടെ അമ്പലത്തിന്റെ പരിപാടി പോയി, അത് ചുരുക്കാണ്. പിന്നെ അവിടെ അമ്പലത്തിലെ വിഗ്രഹത്തെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല, തൗഹീദ് പറഞ്ഞില്ല. ഇതാണ് വിശദീകരണം. നിങ്ങൾ കേൾക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് നിലപാട് കിട്ടുന്നു. അമ്പലത്തിൽ പോയിട്ട് നിങ്ങൾ ഇവിടെ ചെറിയ പണി ശരിയല്ല കൂട്ടരെ എന്ന് പറയാൻ പോയാൽ പറയാൻ പറ്റിയ പണി അവിടെ നിർത്തും. പിന്നെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. കാരണം ഒന്നുകിൽ തീരാവോ ഷെയ്താവാം, അല്ലെങ്കിൽ പാളയപ്പള്ളിക്കാരനെ വിട്ടു. ഇങ്ങനെ പോയിട്ട് അവിടെ പറഞ്ഞാൽ പാളയപ്പള്ളിക്ക് നിലപാടില്ലേ? അവനവനുണ്ടാക്കുന്ന പള്ളികളുടെ നിലപാട് പാളയ
കെട്ടിടത്തിന്റെ വലിപ്പമുണ്ടോ ഇവിടുത്തെ സൗകര്യത്തിന്റെ വലിപ്പമുണ്ടോന്നല്ല. ഇത് മുസ്ലിം സമുദായത്തിന്റെ സംവിധാനമാണ്. അതിന്റെ പ്ലാറ്റ്ഫോം എന്ന് പരമാവധി ഇസ്ലാമിന്റെ മുഖം എത്ര കണ്ട് ഉറക്കെ പറയാൻ അത്രയെന്ന് പറയാനുള്ളതാണ്. ഇനി ഞാൻ അങ്ങനെ പറഞ്ഞാൽ തന്നെ ഇവരെന്നെ വിടും പടയപ്പള്ളികളിൽ ഇല്ലല്ലോ. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? അപ്പൊ അവനവനുണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് എന്ത് ഉപന്യാസം പറയാറുണ്ട്? അത് മനുഷ്യന്മാരെ കേൾക്കുന്നവർ കേട്ടോടാ. വെറുതേക്ക് വന്നില്ല, ഇവിടെ പറ്റില്ല, പുറത്തേക്ക് പറ്റില്ല. ചിലപ്പോൾ ഈ പാണയപ്പള്ളി ഇങ്ങോട്ട് സ്ഥാനമേറ്റെന്ന് പറയാൻ പറ്റിയും അത് അപ്പൊ ഇതിന്റെ സ്വാതന്ത്ര്യം ഇങ്ങനെയൊക്കെ മനസ്സിലാക്കും. അപ്പൊ നിലപാട് വേണം. ശത്രുവിനോടും അല്ലാതെ ഒരേ നിലപാട് പാടില്ല. സുഹൃത്തിൽ മുന്നിൽ 2000 പഠിക്കും. ഇത് നിങ്ങൾ ഇനി ഏറ്റെടുക്കുക ദൗത്യം. അപ്പൊ അതിന് തൗഹീദുണ്ടോ ഇല്ല നമ്മൾ നോക്കേണ്ടത്. ഈ പറഞ്ഞ തൗഹീദാണോ ഇല്ല, ഇത് തൗഹീദാണെങ്കിൽ ആ തൗഹീദാണ് നമ്മളോട് പറയുന്നത്. മറ്റേത് പറയാൻ വേറെ അവസ്ഥ അവിടെ പറയാം. അതുകൊണ്ട് ഈ ആയത്തിൽ പറയുമ്പോൾ അത് പറയാൻ ഇനി അടുത്ത വാർത്ത കഴിഞ്ഞില്ല. 2-3 ആയത്തുകൾ കിട്ടണം. പഠിക്കുന്നവർക്ക് പഠിച്ചാൽ ഈ ചർച്ച ഒന്ന് തുടരാതിരിക്കാൻ ഭംഗിയാവും. സൂറത്തുൽ നിസാ 144 ആയ അൻ-നിസാ 144 യാ അയ്യുഹല്ലദീന ആമനൂ അലൈഹി സത്യവിശ്വാസികളെ ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ. ഇതേ ആയത്തിൽ വിശദീകരണം പറഞ്ഞ സൂറത്ത് ആയതുപോലെ ആയത്തിൽ തന്നെ നിങ്ങൾ കാഫിരീങ്ങളെ എന്നാണ് പ്രയോഗം. കാഫിരും മറ്റൊരു വേറെ തരത്തിൽ തിരിച്ചിട്ട് അതാണ് വർത്താനം. കാഫിരീങ്ങളെ നിങ്ങൾ ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ കൂടാതെ ഉറ്റ ബന്ധുക്കളായി സ്വീകരിക്കുന്നു. അതുപോലെ ഇതേ ആയത്തിൽ അങ്ങനെ നിങ്ങൾ ഇസ്ലാമിന്റെ ശത്രുക്കളെ നിങ്ങളുടെ ആത്മമിത്രങ്ങളായി സ്വീകരിച്ചിട്ട് അല്ല നിങ്ങൾക്ക് എതിരെ ന്യായം ഉന്നയിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? അഥവാ അങ്ങനെ നിങ്ങൾ അവരെ ആത്മബന്ധുക്കളായി സ്വീകരിച്ച് ഇസ്ലാമിന്റെ നിങ്ങളുടെ പ്രയാണത്തിന് തടസ്സം സൃഷ്ടിക്കുവാനുള്ള വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ അല്ല നിങ്ങൾക്ക് എതിരാകും. സൂറത്തുൽ മാഇദ 51 ആയത്ത്. സൂറത്തുൽ മാഇദ 51 യാ അയ്യുഹല്ലദീന ആമനൂ അലൈഹി സത്യവിശ്വാസികളെ ലാ തത്തഖിദുൽ യഹൂദ വൻ നസാറ ഔലിയാ ബഅദുഹും ഔലിയാ ബഅദ്. ലാ തത്തഖിദുൽ യഹൂദ വൻ നസാറ, യഹൂദരെയും നസ്രാനികളെയും നിങ്ങൾ ഔലിയാ ഉറ്റമിത്രങ്ങളും ആത്മബന്ധുക്കളുമായി സ്വീകരിക്കും. ബന്ധം പാടില്ലാതല്ല, ആത്മമിത്രങ്ങളും ഉറ്റബന്ധുക്കളുമായി സ്വീകരിക്കും. കാരണം എന്താ? ബഅദുഹും ഔലിയാ ബഅദ്, അവർ പരസ്പരം ആത്മമിത്രങ്ങളും ഉറ്റബന്ധുക്കളുമാണ്. ഇത് വല്ലാത്ത നിലപാടാണ്. സയനിസം, യഹൂദിസം എന്ന് പറയില്ലേ? ഇസ്രായേലിന്റെ നിലപാടാണ് സയനിസം. നല്ല യഹൂദികളെ കുറിച്ച് ചില നല്ല പുസ്തകങ്ങളെ പറയുന്നത്. അത് വേറെ തന്നെ കൂടാൻ പറഞ്ഞിട്ടുണ്ട്. നസ്രാനികളെ കുറിച്ച് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളോട് മുസ്ലിമീങ്ങളോട് ഏറ്റവും നല്ല സ്നേഹം കാണിക്കുക, ഞങ്ങൾ നസ്രാനികളാണെന്ന് പറയുന്നവരാണ് പറഞ്ഞതാ. അപ്പൊ അത് വേറെ മനുഷ്യ ഇവിടെ ഒരു പ്രശ്നം. ഇവിടെ എന്താ? ഈ യഹൂദരും ആ നസ്രാനികളും, ഈ യഹൂദരും ആ ക്രിസ്ത്യാനികളും അവർ പരസ്പരം ആത്മമിത്രങ്ങളും ബന്ധുക്കളുമാണ്. അവർ മുസ്ലിങ്ങൾക്കില്ല. അതുകൊണ്ട് അവരോട് നിങ്ങൾക്ക് കാണാൻ ആത്മമിത്ര ബന്ധം പാടില്ല, ബന്ധം പാടില്ല. അപ്പൊ നിലപാടങ്ങനെ. അവർ ഇസ്ലാമിന്റെ എതിരാളികളായി മാറിയ ഘട്ടത്തിൽ അവരെ കുറിച്ച് യഹൂദികളും നസ്രാനികളും അവർ പരസ്പരം നിങ്ങൾക്കെതിരെ ആത്മബന്ധുക്കളായി നീങ്ങുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ അവരെ ആത്മബന്ധുക്കളായി സ്വീകരിക്കരുത്. നിങ്ങൾ ആരെങ്കിലും അവരെ വലിയായി സ്വീകരിച്ചാൽ, എത്തവല്ലാതെ നിങ്ങളുടെ ബന്ധമല്ല, ആത്മമിത്രമായി സ്വീകരിച്ചാൽ ആ പ്രയോജനം എല്ലായിടത്തും ഔലിയാവുന്ന ബന്ധം ആവർത്തിച്ച് പറയാം. കേവല ബന്ധത്തെ കുറിച്ചല്ല പറയുന്നത്. അങ്ങനെ നിങ്ങൾ വലിയായി സ്വീകരിച്ചാൽ നിങ്ങളും അവരിൽപ്പെട്ടവരാ. ഇസ്ലാമിന്റെ ശത്രുക്കളാണോ അവരുടെ സമീപനത്തിൽ നമ്മൾ അവിടെ ആത്മബന്ധുക്കളായി സ്വീകരിക്കുന്നത് ബന്ധമാവാം. ശത്രുക്കളല്ലേ അവർക്ക് അന്തപൂർവ്വയിലെയും അവരോട് നിങ്ങൾക്ക് പുണ്യം ചെയ്യാം, നന്മ ചെയ്യാം, അവരോട് നീതിയും പാലിക്കാം. അവരോട് കാണിക്കുന്ന നീതി അല്ലാതെ ഇഷ്ടം നീതിമാന്മാരെ ഇഷ്ടപ്പെടും. നമ്മളവർ കാണിക്കുന്ന ചിലവർ അവരുടെ കാണിക്കുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന നിലപാട്. സൂറ അൻആം 73 വല്ലദീന കഫറൂ, നിഷേധികൾ, ബഅദുഹും ഔലിയാഉ, ഈ കാഫിരീങ്ങളെ കുഴപ്പമില്ല. സമുദായത്തിലുള്ള കാഫിരീങ്ങൾ അവരെ കുഴപ്പമില്ല. ബഅദുഹും ഔലിയാഉ, അവർ പരസ്പരം ഒന്നാണ്. ഇസ്ലാമിന്റെ ഒറ്റക്കെട്ട അൽ കുഫ്റു മില്ലത്തുൻ വാഹിദ ബുദ്ദത്തവരുടയ അൽ കുഫ്റു മില്ലത്തുൻ വാഹിദ, ഇസ്ലാമിന്റെ എതിരാളികൾ, ഇസ്ലാമിന്റെ ഒറ്റക്കെട്ട. അപ്പൊ നമുക്ക് ജൂതരെയും ക്രൈസ്തവരെയും ഹൈന്ദവ ഭാഷയും ഒരുപോലെ കാണാം. ഒന്ന് ഒന്നിച്ച് നിൽക്കുന്ന കാഴ്ച അതാണ് ലോകത്ത് നടക്കുന്നത്. അത് വേറെ തന്നെ തിരിച്ചറിയണം. അതല്ലേ ഈ പറഞ്ഞത്. അതിനെ വേറെ മനസ്സിലാക്കണം. പക്ഷെ അതിനോട് കാണിക്കേണ്ട സമീപനം വെച്ച് മറ്റവരോട് സമീപനം സ്വീകരിക്കാൻ നിങ്ങൾക്ക് നഷ്ടമാണ്. ഇവരും കൂടി അവരെ കൂടെ നിങ്ങൾ
തമ്മിൽ കുറെ ദൗത്യത്തിൽ നമ്മളൊക്കെ നടത്തി, നമ്മൾ തമ്മിൽ കുറെ വർത്തമാനം പറഞ്ഞാൽ ദൗത്യം പൂർത്തിയാവില്ല. അതിനപ്പുറത്തേക്കും പണിയെടുക്കണം, ഇവിടെയും പണിയെടുക്കണം, അവിടെയും പണിയെടുക്കണം. അപ്പൊ അവരെ നമുക്ക് വേണം. അവരെ 3 വിഭാഗമായിട്ട് കാണാൻ പറ്റും. ഒരു കൂട്ടർ ശത്രുക്കൾ, ഒരു കൂട്ടർ അനുകൂലികൾ, ഒരു കൂട്ടർ നിസ്സംഗർ ആണല്ലോ. എങ്കിൽ ശത്രുക്കളെ മാറ്റിവെച്ചോ, ഈ നിസ്സംഗരെയും അനുകൂലികളെ ചേർത്തിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ നിലപാട് മാറ്റണ്ടേ? അവരെ നിങ്ങൾ മുൻകടിക്കാൻ പറ്റുമോ? പറ്റില്ല. അവ നിലപാട് മാറ്റിയേ പറ്റൂ, നിലപാട് മാറ്റിയേ പറ്റൂ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ആയത്തിനെല്ലാം എതിരായിരിക്കും നമ്മുടെ നിലപാട്. അള്ളാഹുവിനെതിരായിട്ട് സുഖം. ഇതൊക്കെ ഈ ആയത്തിന്റെ കാര്യങ്ങൾ പറയും. നിങ്ങൾ ചിലപ്പോൾ കുടുങ്ങിയിട്ട് അവരോട് നല്ല ബന്ധത്തെ തുടരേണ്ടി വരും. അതാണ് ഇതിന്റെ എക്സെപ്ഷൻ ആയിട്ടുള്ള കാര്യം. അതെന്താണ്? അവരുടെ ഭാഗത്ത് നിന്ന് വല്ല അക്രമവും ഭയപ്പെടുന്നത് ഘട്ടം വന്നാൽ അവരോട് നല്ല ബന്ധത്തിൽ നിൽക്കാം. അത് വലിയ മക്കയിൽ നിന്ന് മുഹാജിറുകൾ ഇസ്ലാമിലെ തലമുറ ഹിജ്റ ചെയ്ത് പോയതിനു ശേഷവും മക്കയിൽ മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നു. ചരിത്രം ആ മുസ്ലിമീങ്ങൾ ഈമാൻ ഇസ്ലാം വെളിപ്പെടുത്താതെ അവരുടെ ആളുകൾ തുടങ്ങി ജീവിക്കുക. അത് ഉള്ളിലെന്തായിരുന്നു? ഇസ്ലാമിന്റെ. അതുകൊണ്ടാണ് ഇവരെ ഉംറയ്ക്ക് വേണ്ടി വന്നപ്പോ, മദീനത്ത് ഉംറയ്ക്ക് വേണ്ടി വന്നപ്പോ, നിങ്ങൾ ഖുർആനിനെ കുറിച്ച് വായിക്കണം. ഉംറയ്ക്ക് വേണ്ടി വന്നപ്പോ അവർ വഴിയിൽ തന്നെ അവരുടെ സന്ധി ഏർപ്പെട്ടോളാം, എന്നിട്ട് തിരിച്ചു പോയിക്കോളാം. ഹുദൈബിയ സന്ധി കഴിഞ്ഞ് പോകുന്ന പോക്കില സൂറത്തുൽ ഫതഹിൽ പ്രവാചകരെ അങ്ങേക്ക് നാം വ്യക്തമായ വിജയമാണ് നൽകിയത്. ഇതെന്നായി അവസ്ഥകൾ ഉമർ ഖത്താബ് പടത്തുള്ള കടന്നു. എന്താണ് പ്രവാചകരെ കാണിച്ചത്? ഞങ്ങൾ എന്നിട്ടിപ്പോ നമ്മുടെ നാട്ടിൽ അതും അന്ന് പ്രവാചകനാണെന്ന് അംഗീകരിക്കുകയാണെന്ന് അങ്ങനെ വായിച്ചു കളയും. അതല്ല സംഭവിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇവർ തമ്മിൽ കരാറായി അലീബിൻ അബീ ത്വാലിബ് ഇതിന്റെ റൈറ്റർ ഖാതിമുർ റസൂൽ എഴുതിക്കൊണ്ടിരിക്കുക. ഇത് മുഹമ്മദ് റസൂലുള്ള ഖുറൈശികളുമായി അവരുടെ കരാറാണ് ചെയ്യുന്നതിന് പറ്റില്ല. റസൂലാണ് നീ എന്ന് അംഗീകരിച്ച പ്രശ്നം തീർന്നില്ലേ? ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല. തിരുനബി പറഞ്ഞിട്ട് പെട്ടണ്ടേ? റസൂലുള്ള ചോദിച്ചു, എവിടെയാണ് റസൂലുള്ളാഹിന്റെ എവിടെയാണ് എഴുതിയിരുന്നത്? അപ്പൊ അതിങ്ങനെ കൈവച്ച് കണ്ടു, സ്വന്തം കൈ കൊണ്ടൊക്കെ വായിച്ചു. തിരുനബി തന്നെ റസൂലുള്ളാഹിന്റെ എഴുത്തൊക്കെ വായിച്ചിട്ട് അതിനോട് എഴുതി ഇബിനി അബ്ദില്ല. പിന്നെ കരാറെങ്ങനെ? മുഹമ്മദിനെ അബ്ദില്ല, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ്. ഇത്ര ഉംറയിൽ തഹല്ലുലായിട്ട് പോകാൻ കൂടെ പോയില്ല. റസൂൽ അങ്ങ് പോയിട്ട് പിന്നെ ഇവർ മെല്ലെ പോവുക. ആകെ നിരാശരായിട്ടാ പോകും. അപ്പോഴാണ്